ശുചീന്ദ്രം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ അതേ മാതൃകയിൽ അവർണർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി തന്നെയാണ് ശുചീന്ദ്രം സത്യാഗ്രഹവും നടന്നത്. ശുചീന്ദ്രത്തെ പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിനു ചുറ്റുമുള്ള റോഡുകളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നടക്കാനുള്ള അവകാശം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാന ലക്ഷ്യം. 1926 ഫെബ്രുവരി 19 ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളുടെ പേരുകളാണ് എം.ഇ. നായിഡു, എച്ച്. പെരുമാൾ പണിക്കർ, പി.സി. താണുമാലയ്യ പെരുമാൾ, ഗാന്ധിദാസ് എന്നിവർ. സമരം കാര്യക്ഷമമായി നടത്തുന്നതിനായി അവിടെ ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം.ഇ. നായിഡു ആയി. എന്നാൽ ഈ സത്യാഗ്രഹത്തിന് വൈക്കം സത്യാഗ്രഹത്തിന്റെ അത്ര വിജയം നേടാനായില്ല. സവർണ വിഭാഗക്കാരുടെ ശക്തമായ എതിർപ്പുകളെ തുടർന്ന് ശുചീന്ദ്രം സത്യാഗ്രഹം അടിച്ചമർത്തപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിലും ദക്ഷിണ തിരുവിതാംകൂറിലെ സാമൂഹിക മുന്നേറ്റങ്ങളിൽ ഈ സമരം വലിയൊരു പങ്ക് വഹിച്ചു.